മണ്ണിടിച്ചിലുണ്ടായ വയനാട് കള്ളാടിയിൽ നിന്നും പുറത്തുവരുന്നത് സർക്കാർ അനാസ്ഥയുടെ തെളിവുകൾ. അപകട ഭീഷണി ഉയർത്തിയ മണ്ണ് നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കാത്തതാണ് പ്രധാന വീഴ്ച. തുരങ്കപാത നിർമ്മാണ മേഖലയിൽ ഏകോപനക്കുറവുണ്ടായെന്നത് വ്യക്തമാണ്. മണ്ണിടിച്ചിലിന് തൊട്ടുപിന്നാലെ നിർമ്മാണ കമ്പനിക്ക് മേൽ പഴിചാരാനുള്ള മന്ത്രിമാരുടെ അനാവശ്യ തിടുക്കം സർക്കാർ വീഴ്ച മറച്ചുവെക്കാനാണെന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കൂട്ടിയിട്ട മണ്ണ് അപകടം വിളിച്ചു വരുത്തുമെന്നറിഞ്ഞിട്ടും സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചില്ല. നിർമ്മാണ കമ്പനിയെ കൊണ്ട് മണ്ണ് മാറ്റിക്കാൻ നടപടികളുണ്ടായില്ല. ഈ വീഴ്ച മുഖ്യമന്ത്രി തന്നെ സമ്മതിക്കുന്നു. അതൊക്കെ നമുക്ക് നോക്കാം, നമുക്ക് പരിശോധിക്കാം. പറഞ്ഞിട്ട് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ മഴയും പെയ്തില്ലേ. കൂട്ടിയിട്ട മണ്ണ് നീക്കം ചെയ്യണമെന്ന് മീറ്റിംഗിൽ ആവശ്യപ്പെട്ടിരുന്നതായി കമ്പനി അധികൃതരും വെളിപ്പെടുത്തി. റിപ്പോർട്ടായിട്ട് നമുക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ജസ്റ്റ് 10-ാം തീയതി അതിൻ്റെ റിപ്പോർട്ടായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ADM-ൻ്റെ ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു, നമ്മൾ പോയിട്ട് ഏരിയ കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ട്. നമുക്ക് മേപ്പാടി മുതൽ ചൂരൽമല ഏരിയ ഇല്ല. പിന്നെ നിയർ ബൈ എന്ന് പറയുമ്പോഴത്തേനും 7 ഏക്കർ എന്ന് പറയുന്നത് നമ്മൾ ബേസ് ക്യാമ്പിൻ്റെ അടുത്താണ്. പക്ഷെ അവിടെ ഓൾമോസ്റ്റ് ഫുൾഫില്ലായി. മണ്ണിടുന്ന സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് മാറ്റാതിരുന്നത്. മണ്ണിടുന്ന സ്ഥലം അവരെല്ലാം കൂടി, ഞങ്ങൾ വില്ലേജ് ഓഫീസറെല്ലാം കൂടി ചേർന്നിട്ട് സ്ഥലം ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 10-ാം തീയതി മീറ്റിംഗ് ഉണ്ട്. അതിനുശേഷം മാത്രമാണ് നമുക്കിത് മാറ്റാൻ പറ്റുമായിരുന്നത്. അപ്പോൾ അതാണ് സംഭവിച്ചിരിക്കുന്നത്. മഴ നമുക്ക് ഈ ഒരു 2 ദിവസം കൊണ്ടാണ് ഇത്രയും മഴ ഉണ്ടായിരുന്നത്. അതിനു മുമ്പ് മഴ ഉണ്ടായിരുന്നില്ല. വന്ന് ചാറി പോവാന്നല്ലാണ്ട് വന്ന് പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാലവർഷത്തിന് മുന്നോടിയായി സ്വീകരിക്കേണ്ട മുൻകരുതലുകളോ ജാഗ്രതയോ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലെന്നത് വ്യക്തം. പ്രാഥമിക അവലോകനം പോലും നടത്തുന്നതിന് മുൻപ് മനുഷ്യനിർമ്മിത ദുരന്തമായി മന്ത്രിമാർ പ്രഖ്യാപിച്ചത് സർക്കാരിനെ തിരിഞ്ഞുകൊത്തുകയാണ്. കൈരളി ന്യൂസ്, വയനാട്.